പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയുന്ന പോലെ ഇന്നൊരു കുട്ടികൾക്കൊരു സന്തോഷമുള്ള ദിവസമാണ്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തൃശ്ശൂർ നടന്ന ഒരു യോഗത്തിൽ പറഞ്ഞു, ഈ ആഘോഷങ്ങളുള്ള ദിവസങ്ങളൊക്കെ കുട്ടികൾ കളർ ഡ്രസ് ഇട്ട് വന്നോട്ടെ എന്ന്. അവർ പാറി കളിക്കട്ടെ, കളർ ഡ്രസ് ഇട്ട് വർണ്ണത്തിൽ വ്യത്യാസമുള്ള ഡ്രസ്സൊക്കെ ഇട്ട് പൂമ്പാറ്റകളെ പോലെ പാറി പറക്കട്ടെ എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞു, അത് നിർദ്ദേശങ്ങൾ ക്ഷണിച്ചിരിക്കുകയാണ്. ഈ കുട്ടികളുടെ ബാഗ് നിങ്ങൾക്കറിയാം, ഇങ്ങനെ കൂനി തുടങ്ങി കുട്ടികളൊക്കെ തന്നെ. അപ്പോൾ ഈ കുട്ടികൾക്ക് ഇതിൻ്റെ സ്കൂൾ ബാഗിൻ്റെ ഭാരം കുറയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾ, അത് ഭാരം കുറയ്ക്കണമേ എത്രയോ കാലമായി ആൾക്കാർ പറയാം. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതിനും ഒരു ചുവടുവയ്പ് നടത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് സുഖം പകരുന്ന 1-2 തീരുമാനങ്ങൾ വരാൻ പോകുന്നു എന്നറിയുമ്പോൾ നമുക്കും സന്തോഷം. ഓർമ്മിക്കുക, കളർ ഡ്രസ് ഇട്ട് നമ്മൾ ആഘോഷ ദിവസങ്ങളിലും പൊളിക്കും. പ്രൈം ടൈം ആരംഭിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. വോട്ടുകൊള്ള ആരോപണത്തിലും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും പാർലമെന്റിന് അകത്തും പുറത്തും ഇന്ന് പ്രതിപക്ഷം ശക്തമാക്കി. വിഷയം ചർച്ച ചെയ്യണമെന്ന് രാജ്യസഭയിൽ ഉന്നയിച്ച് മല്ലികാർജ്ജുൻ ഖർഗെ. പ്രതിപക്ഷത്തിന് ജനാധിപത്യത്തിൽ വിശ്വാസമില്ലെന്ന് JP നദ്ദ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. സംസ്ഥാനങ്ങളിലെ സമരപരിപാടികൾ ആലോചിക്കാൻ കോൺഗ്രസ് ഇന്ന് യോഗവും ചേർന്നു. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പാർലമെന്റ് കവാടത്തിൽ തുടർച്ചയായ 18ാം ദിവസവും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ബീഹാറിലെ വോട്ടർ പട്ടികയിൽ 124 വയസ്സുള്ള മിൻതാ ദേവിയുടെ പേര് ഉൾപ്പെട്ടതിനെ പരിഹസിച്ച് ആരാണ് മിൻതാ ദേവി എന്നെഴുതിയ ടീഷർട്ടുകളും അണിഞ്ഞായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധം. പാർലമെന്റിന് അകത്തും പ്രതിപക്ഷം വിഷയം ഉന്നയിച്ചതോടെ ഇരുസഭകളും തടസ്സപ്പെട്ടു. രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ വീണ്ടും വിഷയം ഉന്നയിച്ചു. പ്രതിപക്ഷ പ്രതിഷേധത്തെ അവഗണിച്ച് ഇരുസഭകളിലും അധ്യക്ഷന്മാർ സഭാ നടപടികളുമായി മുന്നോട്ടു പോയി. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. സംസ്ഥാനങ്ങളിലെ തുടർ പ്രതിഷേധങ്ങൾ ചർച്ച ചെയ്യാൻ കോൺഗ്രസ് നേതൃയോഗം ചേർന്നു. ജനങ്ങളെ കബളിപ്പിച്ചല്ല MP-മാർ ആകേണ്ടതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ജനങ്ങളെ കബളിപ്പിച്ചിട്ടല്ല നമ്മൾ MP-മാരാകേണ്ടത്, ജനപ്രതിനിധികളാവേണ്ടത്. വോട്ടേഴ്സിന്റെ അവകാശങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ യാത്ര ഈ മാസം 17-ന് ബീഹാറിൽ നിന്നും ആരംഭിക്കും. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, തേജസ് യാദവ് എന്നിവർ യാത്രയുടെ ഭാഗമാകും. 24 ഡൽഹി. വോട്ടുകൊള്ള വിഷയത്തിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ് ഒരുങ്ങുകയാണ്. സംസ്ഥാന തലത്തിൽ റാലികൾ സംഘടിപ്പിക്കും. ഈ മാസം 22-ാം തീയതി മുതൽ സെപ്റ്റംബർ 7-ാം തീയതി വരെയാണ് റാലികൾ. മറ്റന്നാൾ DCC ഓഫീസുകളിൽ പന്തം കത്തിക്കും. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു. പ്രൈം ടൈമിലേക്ക് സ്വാഗതം അച്യുതൻ, വിവരങ്ങൾ. SK, ഈ വോട്ടുകൊള്ള വിഷയവുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഈ പ്രതിഷേധം ശക്തമാക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ കോൺഗ്രസ് തന്നെ ഈ പ്രതിഷേധത്തിന് മുൻകൈ നൽകി മുന്നോട്ട് പോകാനാണ് ഒരുങ്ങുന്നത്. അതിന്റെ ഭാഗമായാണ് ഈ രാജ്യവ്യാപക പ്രതിഷേധത്തിനുള്ള ആഹ്വാനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. PCCകളുടെ നേതൃത്വത്തിലായിരിക്കും റാലികൾ സംഘടിപ്പിക്കുക. അതാത് സംസ്ഥാനങ്ങളിൽ PCCകളായിരിക്കും ഈ റാലികൾക്ക് നേതൃത്വം നൽകുക. ഈ മാസം 22 മുതൽ സെപ്റ്റംബർ 7 വരെയാണ് ഈ റാലി നടത്താനായി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റന്നാൾ DCC ഓഫീസുകളിൽ പന്തം കൊളുത്തി പ്രതിഷേധിക്കും എന്നുകൂടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ ഇതിനൊരു രാജ്യവ്യാപക പ്രതിഷേധമാക്കി ഉയർത്താനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ബീഹാറിൽ ഈ മാസം 17-ന് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഒരു പ്രതിഷേധ മാർച്ചുണ്ട്. അത് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടാണ് ബീഹാറിൽ ആ ഒരു റാലി സംഘടിപ്പിക്കുന്നത്. അതിൽ തേജസ്വി യാദവും അതുപോലെ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തുകൊണ്ട് ഒരു ഇന്ത്യ മുന്നണിയുടെ ശക്തി പ്രകടനം കൂടിയാക്കി മാറ്റാനാണ് ഒരു റാലിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി ചില നിർദ്ദേശങ്ങൾ ഇതിനോടകം പുറത്തുവിട്ടിട്ടുണ്ട്. 48 ലോക്സഭാ സീറ്റുകളിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയത് വോട്ട് തട്ടിപ്പിലൂടെ എന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഇന്ന് ചേർന്ന കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരുടെ യോഗത്തിലാണ്
രാഹുൽ ഗാന്ധി ഇക്കാര്യം അറിയിച്ചത്. ബാംഗ്ലൂരിൽ ഉപയോഗിച്ച അതേ തന്ത്രം തന്നെയാണ് മറ്റിടങ്ങളിലും പ്രയോഗിച്ചത്. ഈ മണ്ഡലങ്ങളിലെ വിവരങ്ങൾ കൂടി ഘട്ടം ഘട്ടമായി പുറത്തുവിടും എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ ഇതിവിടം കൊണ്ട് ഈ പ്രതിഷേധങ്ങൾ അവസാനിക്കുന്നില്ല. വരുന്ന ദിവസങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിക്കൂട്ടിലാക്കുന്ന അല്ലെങ്കിൽ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ കൂടി കോൺഗ്രസ് പാർട്ടി പുറത്തുവിടും എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി സന്ദേശത്തിലൂടെ അറിയിക്കുന്നത്. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുന്നു, കുട്ടികളോട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് ഈ ആഘോഷ ദിവസങ്ങളിലും ഈ അങ്ങനെയുള്ള ആഘോഷ പരിപാടി സമയത്തൊക്കെ തന്നെ സ്കൂളുകളിലേക്ക് കളർ ഡ്രസ് ഇട്ട് പോകാമെന്നാണ്. നിറമുള്ള പൂമ്പാറ്റകളായി കുട്ടികൾ പാറിപ്പറക്കട്ടെ എന്നാണ് ഫേസ്ബുക്കിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കുറിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഭാരം അതൊരിക്കൽ കൂടി ഞാൻ പറയുകയാണ്. അപ്പോൾ തൃശ്ശൂരിൽ ഇതിനിടയിലാണ് തൃശ്ശൂരിൽ വീണ്ടും സംഘർഷം. BJPയുടെ CPM ഓഫീസിലേക്കുള്ള യാത്രയ്ക്കിടയിൽ സംഘർഷം ഉണ്ടായിരിക്കുന്നു. BJPയുടെ മാർച്ചാണ് സംഘർഷത്തിൽ ഇപ്പം CPM ആണ് മാർച്ച് നടത്തിയിരിക്കുന്നത്. CPM-ഉം BJPയും രണ്ടുപേരും ആദ്യം BJPയുടെ മാർച്ചായിരുന്നു. ഇപ്പം CPM ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തി. സൂരജ് സജ്ജി യഥാർത്ഥ വിവരങ്ങൾ നമുക്ക് മനസ്സിലാകാത്ത കാര്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സൂരജ് സജ്ജി വിവരങ്ങൾ വായിച്ചിരുന്നു. സൂരജ്, എന്താണ് ഇപ്പോൾ തൃശ്ശൂർ നടക്കുന്നത്? ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. BJP CPM പ്രവർത്തകർ ഏറ്റുമുട്ടുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. പോലീസിന് ഒരു തരത്തിലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കാണ് BJP മാർച്ച് നടത്തിയത്. അത് ഒരു വൈകാരിക ഇടമാണ്, മാർച്ച് നടത്തരുതെന്ന് സംസ്ഥാന നേതൃത്വം ആദ്യഘട്ടത്തിൽ BJP ജില്ലാ നേതാക്കളോട് പറഞ്ഞതാണ്. പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു സംഘർഷത്തിന്റെ സാധ്യത അവിടെ തെളിയുകയാണ്. BJPയും CPM-ഉം നേർക്കുനേർ വരികയാണ്. സംഘർഷ സാധ്യതയുണ്ട്. ഇരുവർക്കുമിടയിലേക്ക് പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട്. പോലീസുമായും പ്രവർത്തകർ സംഘർഷത്തിൽ ഏർപ്പെടുന്ന ചിത്രമാണ് ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത്. ഇത് തൃശ്ശൂരിൽ നിന്നുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. സൂരജ് സജി വീണ്ടും ചേരുന്നു. പറയൂ സൂരജ് സജി, എന്താണ് ലേറ്റസ്റ്റ് വിവരങ്ങൾ? ആരാണ് ഈ സംഘർഷത്തിന് പ്രകോപനമായത്? CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കാണ് BJP മാർച്ച് നടത്തിയത്. ഈ മാർച്ച് CPM-ന്റെ ഓഫീസിന് 50 മീറ്റർ അകലെ വെച്ച് പോലീസ് തടയുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ ഈ ഓഫീസിനകത്തേക്ക് കയറാൻ, ഓഫീസിനടുത്തേക്ക് പോകാൻ BJP പ്രവർത്തകർ ശ്രമിച്ചതോടുകൂടി പോലീസ് ലാത്തിയടക്കം പ്രയോഗിച്ചു. പക്ഷേ ലാത്തിയടക്കം പ്രയോഗിച്ച് പിന്നീട് ഇവർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. അതിനുശേഷം ഈ സമരം ഉദ്ഘാടനം ചെയ്തും അഭിവാദ്യം ചെയ്തും BJP പ്രവർത്തകർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സംഘടിച്ചുകൊണ്ട് CPM പ്രവർത്തകർ ഈ BJPയുടെ സമരം നടക്കുന്ന മേഖലയിലേക്ക് എത്തിയത്. CPM-ന്റെ ഒരു 50 മീറ്റർ, CPM ഓഫീസിന് 50 മീറ്റർ അകലെ മാത്രമായിരുന്നു പോലീസിന് ഈ BJPയുടെ മാർച്ച് തടയാൻ സാധിച്ചത്. അത് തൊട്ടടുത്തായതുകൊണ്ട് തന്നെ CPM പ്രവർത്തകർ അവിടെ കാത്തുനിന്ന് വലിയ രീതിയിൽ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് BJP പ്രവർത്തകർക്ക് അടുത്തേക്ക് വരികയായിരുന്നു. പക്ഷേ ഇപ്പോൾ BJP പ്രവർത്തകർ സംയമനം പാലിച്ച് നിൽക്കുകയാണ്. പക്ഷേ CPM പ്രവർത്തകരാകട്ടെ സംഘടിച്ച് BJP പ്രവർത്തകർക്ക് നേരെ തിരിയുന്ന ഒരു സാഹചര്യമാണ്. പോലീസ് ഈ CPM പ്രവർത്തകരെ ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്നു. BJP പ്രവർത്തകരാകട്ടെ സംഘടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവരൊരു സംയമനത്തിൽ തന്നെ നിൽക്കുന്നു. പക്ഷേ CPM പ്രവർത്തകരാകട്ടെ ഇവർക്ക് അടുത്തേക്ക് മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ചെല്ലുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആദ്യഘട്ടത്തിൽ, അതായത് BJP സമരം പ്ലാൻ ചെയ്യുന്ന ഈ സാഹചര്യത്തിലാണ്. അതായത് ഇന്ന് വൈകുന്നേരം CPM-ന്റെ ഒരു മാർച്ച് സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് ഉണ്ടായിരുന്നു. അവിടെ സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് പോകുന്ന വഴിയിൽ സ്ഥാപിച്ച ദിശ ബോർഡിന് മുകളിലേക്ക് CPM പ്രവർത്തകർ കരിയോയിൽ ഒഴിച്ചിരുന്നു. അത് സ്വന്തം തീരുമാനപ്രകാരമാണ് ഒഴിച്ചതെന്നൊക്കെയായിരുന്നു ഈ പാർട്ടി പ്രവർത്തകൻ ആ സമയത്ത് വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ അതിനുശേഷം ഈ പ്രവർത്തകനെ കസ്റ്റഡിയിലെടുത്ത് അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. ചെരുപ്പുമാല അടക്കം ആ ബോർഡിൽ അണിയാൻ ഒരു ശ്രമം നടത്തി. അത് പോലീസ് ഇടപെട്ട് തടയുകയും ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു BJPയുടെ തൃശ്ശൂരിലെ നടക്കാവിലെ ഓഫീസിൽ നിന്ന് BJP പ്രവർത്തകർ CPM-ന്റെ തൃശ്ശൂരിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ആ മാർച്ച് വരുന്ന സമയം, അതായത് ദൈർഘ്യം വളരെ കുറവായിരുന്നു. അവർ ഞൊടിയിടയിൽ സംഘടിപ്പിച്ച മാർച്ചാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് ഈ ബാരിക്കേഡ് അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിക്കാനും സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ പോലീസിന് ബാരിക്കേഡ് അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിക്കാനും സാധിച്ചില്ല. പോലീസ് അണിനിരന്ന്, അതായത് പോലീസ് ഉദ്യോഗസ്ഥർ മാത്രം അണിനിരന്നുകൊണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ മാർച്ചിനെ തടുത്തത്. അത് മറികടക്കാൻ ഒരു ശ്രമം നടത്തിയപ്പോൾ ഒരു വേള പോലീസ് ലാത്തി പ്രയോഗിച്ചു. BJPയുടെ ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബിനടക്കം ആ ലാത്തി ചാർജിൽ പരിക്കേൽക്കുകയും ചെയ്തു. പിന്നീട് ഈ പ്രവർത്തകരെ എല്ലാവരെയും ശാന്തമാക്കി ഇരുത്തി ഇതിന്റെ ഉദ്ഘാടനം നടക്കുന്നതിനിടയിലാണ് CPM പ്രവർത്തകർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സംഘടിക്കുന്നത്. അവർ റോഡിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചു. മറുവശത്ത് BJP പ്രവർത്തകരാകട്ടെ അതോടുകൂടി CPM പ്രവർത്തകരെ വെല്ലുവിളിച്ചുകൊണ്ട് മുദ്രാവാക്യങ്ങൾ മുഴക്കി.
ഇതോടുകൂടിയാണ് CPM പ്രവർത്തകർ സംഘടിച്ച് BJP പ്രവർത്തകർക്ക് അരികിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് CPM അണികൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. പോലീസ് നന്നേ പാടുപെടുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. അത്രമാത്രം CPM പ്രവർത്തകരാണ് ഞൊടിയിടയിൽ, അതായത് മാർച്ച് നടത്തുന്ന BJP പ്രഖ്യാപിക്കുന്നത് 7:15 7:45 മാർച്ച് തുടങ്ങുന്നു. 7:45 7:50 BJP മാർച്ച് തുടങ്ങുന്നു. ഈ മാർച്ച് തുടങ്ങിയതിന് ശേഷമാണ് ഈ ലക്ഷ്യസ്ഥാനം CPM ജില്ലാ കമ്മിറ്റി ഓഫീസാണെന്ന് അറിയുന്നത്. ഇതോടുകൂടി CPM പെട്ടെന്ന് സംഘടിക്കുകയായിരുന്നു. CPMന്റെ ഇന്ന് DYFIയുടെ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ DYFI പ്രവർത്തകരടക്കം വലിയ രീതിയിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സംഘടിച്ചു എന്ന് വേണം കണക്കുകൂട്ടാൻ. ഇപ്പോൾ പോലീസ് ഇവർക്ക് രണ്ട് കൂട്ടർക്കും ഇടയിൽ, അതായത് രണ്ട് വിഭാഗം ആളുകളെയും നീക്കി നിർത്തി അതിന് നടുവിൽ ഒരു സ്ഥലം ഉണ്ടാക്കി പ്രത്യേകമായി രണ്ട് വിഭാഗം ആളുകളെയും വേർതിരിച്ച് നിർത്തിയിട്ടുണ്ട്. പക്ഷേ CPM പ്രവർത്തകരാകട്ടെ അവർ പിന്തിരിയുന്നില്ല എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് ഉള്ള ഒരു പ്രധാനപ്പെട്ട വലിയ ആശങ്കയായി നിലനിൽക്കുന്ന വലിയൊരു ജനക്കൂട്ടം CPMനൊപ്പം സംഘടിച്ചു നിൽക്കുന്നു. BJPയും ആകട്ടെ അവരും സമരം അവസാനിപ്പിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. അവരും ഇതൊരു വൈകാരിക വിഷയമായി അവതരിപ്പിക്കുന്നു. കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് ആക്രമിച്ചു എന്ന തരത്തിലൊരു വൈകാരിക വിഷയമായി തന്നെയാണ് BJP ഇതിനെ നോക്കിക്കാണുന്നത്. അത്തരത്തിലൊരു വൈകാരിക തലത്തിലാണ് തങ്ങളുടെ ഈ മാർച്ചെന്ന് BJPയും വ്യക്തമാക്കുന്നുണ്ട്. CPMനെ സംബന്ധിച്ച് അവരുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് നടത്തിയെന്ന വൈകാരികത അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. പരസ്പരം കല്ലുകൾ വലിച്ചെറിയുന്നു. ഇപ്പോൾ ആ ദൃശ്യത്തിൽ കാണുന്ന കല്ലുകൾ വലിച്ചെറിയുന്നതാണ് ദൃശ്യത്തിൽ കാണുന്നത്. BJPയുടെ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ നേതാക്കൾ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ആരും പിന്തിരിയുന്നില്ല. ഇപ്പോൾ വീണ്ടും BJP പ്രവർത്തകർ മുന്നേറാനുള്ള ഒരു ശ്രമം നടത്തുന്നു. പോലീസിനെ മറികടന്ന് മുന്നേറാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. നേതാക്കളും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഇടപെട്ട് അവരെ സമീപിക്കാൻ നോക്കുന്നുണ്ട്, സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അവർ വീണ്ടും ഒരു സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലും കുപ്പിയും ഒക്കെ വലിച്ചെറിയുന്നുണ്ട്. അത്തരത്തിൽ വീണ്ടും ഒരു സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് പോകുന്നത്. CPM പ്രവർത്തകർ സംഘടിച്ചത് പോലീസിനെ മറികടന്ന് മുന്നേറാൻ ശ്രമിക്കുന്നു. ഒരു സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് വീണ്ടും കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. അതായത് BJP പ്രവർത്തകർ സംഘടിച്ച് കല്ലും കുപ്പിയും ഒക്കെ എറിയുന്നു എന്നുള്ളതാണ് ഒരു പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു അപകടകരമായ സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് തൃശൂർ നഗരം മാറുന്നു. അക്ഷരാർത്ഥത്തിൽ ഒരു 15 മിനിറ്റിലേറെ അക്ഷരാർത്ഥത്തിൽ തൃശൂർ നഗരം ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്ക് മാറിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. പോലീസിനെ സംബന്ധിച്ച് ഈ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇരു വിഭാഗവും സംഘടിച്ചെത്തിയത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസിനെ അടക്കം എത്തിക്കാനും കഴിഞ്ഞില്ല. ബാരിക്കേഡ് അടക്കം ഉയർത്തിക്കൊണ്ട് ഈ CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കുള്ള വഴിയടക്കാൻ അവർക്ക് സാധിച്ചില്ല. പോലീസിനെ മാത്രമാണ് ഇതിന് നടുവിൽ ഒരു ബന്ദവസായിട്ടത്. പക്ഷെ അതെല്ലാം മറികടന്നുകൊണ്ടാണ് ഈ പ്രവർത്തകർ മുന്നേറിയത്. ഇപ്പോൾ ഈ കല്ല് വലിച്ചെറിഞ്ഞതോടുകൂടി വീണ്ടും ഒരു പ്രകോപനപരമായ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇപ്പോൾ ഈ BJP പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ നേതാക്കൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ BJP പ്രവർത്തകരാകട്ടെ അവർ പിന്തിരിയുന്നുമില്ല. മറുവശത്ത് CPM പ്രവർത്തകർ കൂടുതൽ ആളുകൾ ഈ CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ പോലീസിനെ സംബന്ധിച്ചുമൊക്കെ ഈ സംഘർഷം അവസാനിപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് വലിയ രീതിയിൽ CPMന്റെ പ്രവർത്തകർ സംഘടിച്ചു നിൽക്കുന്നു. BJP പ്രവർത്തകരെ നേതാക്കൾ ഇടപെട്ടുകൊണ്ട് തന്നെ ഒരു സംഘർഷ സാധ്യത ഒഴിവാക്കുന്നതിന് വേണ്ടി പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർ പിന്തിരിയുന്നുമില്ല. തുടർച്ചയായി അവിടെ നിന്ന് കല്ലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുവിഭാഗം പ്രവർത്തകരും എറിയുകയാണ്. അതുകൊണ്ട് തന്നെ എന്തു ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ പോലീസ് നിൽക്കുകയാണ്. ഒരു പരസ്പരം വെല്ലുവിളിക്കുന്നുണ്ട്, പോർവിളിക്കുന്നുണ്ട്. വീണ്ടും BJP പ്രവർത്തകരെ അവിടെ നിന്ന് കുറച്ചുകൂടി അകലേക്ക് നീക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അവർ ഇവിടുത്തെ ഒരു സമീപത്തെ ഒരു ഷോപ്പിംഗ് സെന്റർ കേന്ദ്രീകരിച്ചുകൊണ്ട് സംഘടിച്ചിരിക്കുന്ന BJP പ്രവർത്തകർ വീണ്ടും വരുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്നത്. അതായത് പോലീസിനെ സംബന്ധിച്ച് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് വരുന്നു. ഈ BJP പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകുന്നതിനിടയിൽ CPM പ്രവർത്തകർ കൂപ്പി വിളിക്കുകയായിരുന്നു. അതോടുകൂടി വീണ്ടും BJP പ്രവർത്തകർ സംഘടിച്ച് ഇങ്ങോട്ടേക്ക് എത്തുന്നു. പോലീസിന് ഒരു തരത്തിലും ഇരു കൂട്ടരെയും നിയന്ത്രിക്കാൻ നന്നേ പാടുപെടുന്ന ഒരു സാഹചര്യമാണ് തൃശ്ശൂരിലുള്ളത്. ഏകദേശം ഒരു 15 മിനിറ്റ് നേരമായി പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് മാറുന്നു. പോലീസിന്റെ ഒരു വിന്യാസമെല്ലാം കൃത്യമായ രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ CPM പ്രവർത്തകർ ഇത്രമാത്രം സംഘടിച്ചെത്തുമെന്ന് ഇവരും കണക്കുകൂട്ടിയില്ല. BJP സംസ്ഥാന നേതൃത്വം ഇതൊരു വലിയ വിഷയമാക്കി കൊണ്ടുപോകരുതെന്ന് ആദ്യം തന്നെ ജില്ലാ നേതൃത്വത്തോട് പറഞ്ഞിരുന്നതാണ്. അവർ ഒരു പ്രശ്നത്തിലേക്ക് പോകില്ല എന്ന് ഉറപ്പ് നൽകിയതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് സമീപത്ത് വെച്ച് ഇവർ ഈ സമരം അവസാനിപ്പിച്ച് മടങ്ങാനുള്ള ഒരു നീക്കത്തിലായിരുന്നു. അതായത് ഉദ്ഘാടനം അടക്കം നടത്തി ഇവിടെ നിന്ന് മടങ്ങാനുള്ള ഒരു നീക്കത്തിലായിരുന്നു. അതിനിടയിലാണ് CPMന്റെ പ്രവർത്തകർ സംഘടിച്ചെത്തിയത്. പ്രത്യേകിച്ച് DYFIയുടെയും SFIയുടെയും ഒക്കെ പ്രവർത്തകരുണ്ടെന്ന് DYFIയുടെ ഒരു മാർച്ച് നഗരത്തിൽ നടക്കുന്നുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രവർത്തകർ സംഘടിച്ചെത്തിയിരിക്കുന്നത് ആ ദൃശ്യത്തിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തകരെ തടഞ്ഞു നിർത്തിയിരിക്കുന്നതാണ്. ഇപ്പോൾ കാണുന്ന CPM പ്രവർത്തകരെ പോലീസ് തടഞ്ഞു നിർത്തിയിരിക്കുന്നതാണ്. മുതിർന്ന നേതാക്കളെല്ലാം ഇടപെട്ടുകൊണ്ട് വീണ്ടും BJP പ്രവർത്തകരെ ഇപ്പോൾ MG റോഡ് പരിസരത്തേക്ക് ഇറക്കുകയാണ്. അതായത് CPMന്റെ റോഡ് എന്ന് പറയുന്നത് CPM ഓഫീസിലേക്കുള്ള റോഡ് ഈ മന്നത്ത് ലൈൻ റോഡാണ്. MG റോഡിൽ നിന്ന് കയറി വരുന്ന മന്നത്ത് ലൈൻ റോഡാണ്. ഇപ്പോൾ ഈ MG റോഡ് പ്രധാന പാതയിലേക്ക് ഇവരെ ഇറക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ
CPM പ്രവർത്തകരാകട്ടെ വലിയ രീതിയിൽ ആക്രോശിച്ച് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനിടയിലും കല്ലേറ് നടക്കുന്നുണ്ട്. ആ സമയങ്ങളിലെല്ലാം തന്നെ വീണ്ടും ഒരു സംഘർഷ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇപ്പോൾ MG റോഡിലേക്ക് അവരെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് ആശ്വാസമാണ്. കാരണം കൂടുതൽ പോലീസ് വിന്യാസം അടക്കം ഇപ്പോൾ നടത്താനുള്ള ഒരു നീക്കത്തിലാണ് പോലീസ് ഉള്ളത്. നേരത്തെ ഈ CPMന്റെ ഓഫീസിലേക്ക് ഈ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങിയാൽ BJP പ്രവർത്തകർ CPMന്റെ ഓഫീസിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി ഒരു ബസ് അടക്കം പോലീസിന്റെ ഒരു ബസ് അടക്കം ഈ ഓഫീസിന് മുന്നിലെ റോഡിലിട്ട് ബ്ലോക്ക് ചെയ്തായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ പ്രതിഷേധക്കാരെ തടയാൻ ഒരു ശ്രമം നടത്തിയത്. പക്ഷേ അതിനിടയിലാണ് ഈ CPM പ്രവർത്തകർ സംഘടിച്ചെത്തിയത്. ആ ദൃശ്യത്തിൽ കാണുന്നത് ഇപ്പോൾ അവിടെ BJP പ്രവർത്തകർ, അതായത് ഇത് മന്നത്ത് ലൈൻ റോഡാണ്, CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ്, അങ്ങോട്ടേക്ക് പോകണം. അവിടെ ഇപ്പോൾ BJP പ്രവർത്തകർ സംഘടിച്ച് നിൽക്കുന്നുണ്ട്. കൂടുതൽ പ്രവർത്തകർ ഇപ്പോൾ ഈ പ്രശ്നം അറിഞ്ഞ് BJP പ്രവർത്തകർ നിൽക്കുന്ന ഭാഗത്തേക്ക് എത്തുന്നു എന്ന് വേണം നമുക്ക് കണക്ക് കൂട്ടാൻ. നേതാക്കൾ ഇടപെട്ടാണ് അവരെ അനുനയിപ്പിച്ച് കുറച്ചു ദൂരം കൊണ്ടുപോയത്. പക്ഷേ ഇപ്പോഴും അവർ അനുനയപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. കാരണം അവർ വീണ്ടും സംഘടിച്ച് നിൽക്കുന്നുണ്ട്. വലിയ രീതിയിൽ പ്രകോപനപരമായി തന്നെ ഇരുവിഭാഗവും മുദ്രാവാക്യം മുഴക്കുന്നുണ്ട്. പക്ഷെ പോലീസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇവർക്കിടയിൽ ഉള്ള ഒരു അകലം കൂട്ടാൻ സാധിച്ചു എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള കാര്യം. അത്രമാത്രം വിരലിലെണ്ണാവുന്ന പോലീസുകാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ ദൃശ്യത്തിൽ കാണുന്ന CPM പ്രവർത്തകരാണ്. അവരെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് തന്നെ മടക്കി അയക്കാൻ നേതാക്കൾ ശ്രമിക്കുന്നുണ്ട്. നേതാക്കൾ ഇടപെട്ട് തന്നെ ഈ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഈ സംഘർഷത്തിലേക്ക് പോയതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഇന്ന് സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് CPM നടത്തിയ മാർച്ചാണ്. ആ മാർച്ചിനിടയിലാണ് ഒരു പ്രവർത്തകൻ പോലീസിന്റെ കണ്ണ് വെട്ടിച്ചെത്തി ഈ സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് പോകുന്ന ദിശ ബോർഡിൽ കരിയോയിൽ ഒഴിക്കുകയും പിന്നീട് ഈ ചെരുപ്പുമാല ചാർത്താൻ ശ്രമിച്ചതും. ഇത് BJPയെ സംബന്ധിച്ച് അവർക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ തുടർച്ചയായി ഇവർക്കെതിരെ ആരോപണങ്ങൾ വരുന്നു. ആ സമയത്തെല്ലാം തന്നെ വാക്കാലുള്ള പ്രതികരണങ്ങളുമായി BJP പോയതാണ്. അവിടെ ഈ സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ ഒരു കരിയോയിൽ പ്രയോഗം ഉണ്ടായ സമയത്ത്, ഈ ഓഫീസിലെ ബോർഡിന് നേരെ ഒരു കരിയോയിൽ പ്രയോഗം ഉണ്ടായ സമയത്ത് അവർ അതൊരു വൈകാരിക വിഷയമാക്കി എടുക്കുന്നു. സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ തന്നെ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് BJP ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് അതൊരു വൈകാരിക വിഷയമാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇവർ CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് തന്നെ ഈ മാർച്ച് നടത്തിയത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന CPMന്റെ തൃശൂർ ഏരിയ സെക്രട്ടറി അനൂപ് ഡേവിസ് കാണ പ്രവർത്തകരോട് സംസാരിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്ന പാർട്ടി ഇപ്പൊ ഈ സമരം CPMന്റെ ആഫീസിനെ ആക്രമിക്കാൻ തയ്യാറായി വരുന്ന ഏതെങ്കിലും ഏമാന്മാരുടെ വാക്ക് കേട്ട് BJPയുടെ പാവപ്പെട്ട പ്രവർത്തകർ ഇവിടെ വന്ന് ഉപരോധിച്ച് CPMന്റെ ആഫീസിനുള്ളിൽ കയറി CPM ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ച് സംഘർഷമായി. CPM പ്രവർത്തകരോട് സംഘടിച്ചെത്തി. CPM പ്രവർത്തകരും BJP പ്രവർത്തകരും നേർക്കുനേർ വന്നു. വോട്ടേഴ്സിന്റെ പേരിലാണ് ഈ കയ്യാങ്കളി അവിടെ അരങ്ങേറാൻ തുടങ്ങിയത്. പരസ്പരം കുപ്പികളും കല്ലുകളും ഒക്കെ വലിച്ചെറിയുന്ന ഒരു സാഹചര്യം തൃശ്ശൂരുണ്ടായി. ഈ സംഘർഷം ഇപ്പോഴും അയവ് വന്നിട്ടില്ല. പോലീസ് എന്നാൽ ഇരുവരുടെയും മധ്യത്തിൽ നിലയുറപ്പിച്ച് സമാധാനം പുനഃസ്ഥാപിക്കാൻ പരമാവധി പാടുപെടുകയാണ് ഇപ്പോൾ തൃശ്ശൂരിലെ വോട്ട് ക്രമക്കേട് ആരോപണത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ പോലീസ് അന്വേഷണം വരുന്നു. കോൺഗ്രസ് നേതാവ് TN പ്രതാപൻ നൽകിയ പരാതിയിലാണ് പ്രാഥമികമായി അന്വേഷണം നടത്തുന്നത്. സുരേഷ് ഗോപി നടത്തിയത് ക്രിമിനൽ കുറ്റമാണെന്ന് TN പ്രതാപൻ. സുരേഷ് ഗോപിക്കെതിരായ ആരോപണങ്ങൾ കൊതിക്കെറിവിന്റെ ഭാഗമാണെന്നാണ് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MD രമേശിന്റെ പരിഹാസം. തൃശൂരിലെ വോട്ട് ക്രമക്കേട് ആരോപണങ്ങൾ ശരിവെക്കുന്ന തെളിവുകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിന്റെ നീക്കം. സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോയ്ക്ക് TN പ്രതാപൻ നൽകിയ പരാതിയിലാണ് അന്വേഷണം. വ്യാജരേഖ ചമച്ച് വോട്ടർ പട്ടികയിൽ വോട്ട് ചേർത്തുവെന്നും വ്യാജ സത്യവാങ്മൂലം നൽകിയെന്നും ക്രിമിനൽ നടപടി പ്രകാരം നിയമ നടപടി സ്വീകരിക്കണമെന്നുമാണ് പരാതി. പരാതിയിൽ പോലീസ് നിയമോപദേശം തേടും. വ്യാജ സത്യവാങ്മൂലം കൊടുത്ത് വോട്ടർ പട്ടികയിൽ പേര് എൻട്രി ചെയ്ത ആളെ വോട്ട് അസാധാക്കുന്നതോടുകൂടി ആളുടെ പാർലമെന്റ് അംഗത്വം ഇല്ലാതായി മാറും. ഈ കാര്യത്തിൽ ഞങ്ങൾ ക്രിമിനൽ കേസിന് വേണ്ടിയിട്ടാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അത് പോലീസ് പരിശോധിച്ച് ക്രിമിനൽ കേസ് എടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സുരേഷ് ഗോപിക്കെതിരെ CPIM-ഉം കോൺഗ്രസും ആവർത്തിച്ച് നുണപ്രചാരണം നടത്തുന്നുവെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. സുരേഷ് ഗോപിക്കെതിരായിട്ട് ഉയർത്തുന്ന ഈ ആരോപണങ്ങൾ അതൊരു കൊതിക്കെറിവിന്റെ ഭാഗമായിട്ട് മാത്രമേ ഞങ്ങൾ അതിനെ കാണുന്നുള്ളൂ. തൃശ്ശൂരിലെ വോട്ടർ പട്ടികയുമായി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇവരെന്തുകൊണ്ടാണ് നേരത്തെ പറയാതിരുന്നത്? ജില്ലാ കളക്ടറുടെ കൂടി നിർദ്ദേശം തേടിയ ശേഷമായിരിക്കും പോലീസ് നടപടി. 24 തൃശ്ശൂർ. എന്തായാലും ഈ
വോട്ടർ പട്ടികയിലെ ക്രമക്കേട് കത്തി പടരുകയാണ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും. തൃശ്ശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദത്തിന് പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയെ ചൊല്ലിയും ചില ആരോപണങ്ങൾ ഉയരുന്നു. കൊച്ചി, കോഴിക്കോട്, തൃശ്ശൂർ കോർപ്പറേഷനുകളിലെ പട്ടികയിലാണ് ഇപ്പോൾ ക്രമക്കേടുണ്ടെന്ന ആരോപണം ഉയർന്നിരിക്കുന്നത്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലും ഉടുമ്പൻചോല നിയമസഭാ മണ്ഡലത്തിലും CPIM വോട്ട് ക്രമക്കേട് നടത്തിയെന്ന് കോൺഗ്രസിന്റെ ആരോപണമുണ്ടായി. തൃശൂരിന് പിന്നാലെയാണ് കൊച്ചി കോർപ്പറേഷൻ പരിധിയിലും വ്യാപക ക്രമക്കേടിന്റെ തെളിവുകൾ പുറത്തുവരുന്നത്. ഇല്ലാത്ത വീടിന്റെ നമ്പറിൽ 83 വോട്ടർമാരാണ് കോർപ്പറേഷൻ പരിധിയിലെ 68-ാം ഡിവിഷനിലെ പട്ടികയിലുള്ളത്. 22/2553 എന്ന നമ്പറിൽ ഇതര സംസ്ഥാനക്കാർ വരെ താമസിക്കുന്നുവെന്നാണ് പട്ടികയിലുള്ളത്. എന്നാൽ പ്രദേശത്ത് ഈ നമ്പറിൽ ഒരു കെട്ടിടമോ താമസക്കാരോ ഇല്ല. ശരിക്കുള്ള അഡ്രസ്സ് ഏതാണെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ആ നമ്പർ ഇല്ല. ഇവിടെ പല വീടുകളിൽ അന്വേഷിച്ച് 22/2553 നമ്പർ വീട് കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷേ 83 വോട്ടർമാരുണ്ട്. ആ ഹൗസ് നമ്പറിന്റെ ഒറ്റ ഹൗസ് നമ്പറിൽ 83 വോട്ടർമാരുണ്ട് അതിനകത്ത്. കോർപ്പറേഷൻ പരിധിയിൽ മുണ്ടംവേലി ഭാഗത്ത് മാത്രം 200ഓളം വ്യാജ വോട്ടുകൾ കണ്ടെത്തി. വിദേശത്ത് താമസിക്കുന്ന വീട്ടുടമയുടെ വിലാസത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 36 വോട്ടുകൾ രേഖപ്പെടുത്തി. സ്ഥിരതാമസക്കാരല്ലാത്ത തൊഴിലാളികളുടെ പേരുകളാണ് വോട്ടർ പട്ടികയിലുള്ളത്. 500 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ്. അതിൽ 32 വോട്ട്. അടുത്തൊരു വീട് ഞാൻ അന്വേഷിച്ചു വന്നു, 22/53. അവിടെ ചെന്നപ്പോൾ അത്തരം വീട്ടു നമ്പർ അവിടെ ഇല്ല. അതിന്റെ 52 ഉണ്ട്, 54 ഉണ്ട്, 53 മിസ്സിംഗ്. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലും വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട്. 10,000 ഇരട്ട വോട്ടുകളാണ് ഇവിടെ കണ്ടെത്തിയത്. മാറാട് ഡിവിഷനിൽ ഒരു വീട്ടിൽ 327 വോട്ടർമാർ വരെ ലിസ്റ്റിലുണ്ട്. പുത്തൂർ ഡിവിഷനിൽ 4/400 എന്ന വീട് നമ്പറിൽ 248 വോട്ടർമാരുണ്ട്. 3/418 എന്ന വീട്ടു നമ്പറിൽ 196 വോട്ടർമാരുണ്ട്. ഇതിൽ 11 കൊമ്മൂര് ഡിവിഷനിലും മൊകബൂർ ഡിവിഷനിലും 43 കുണ്ടപ്പറമ്പ് ഡിവിഷനിലുമാണ്. ഡിവിഷൻ പലതിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജികളിൽ വാദം കേൾക്കുന്നതിനിടയിൽ സുപ്രീം കോടതിയിൽ നാടകീയമായ രംഗങ്ങൾ അരങ്ങേറി. വോട്ടർ പട്ടികയിൽ മരിച്ചു എന്ന് രേഖപ്പെടുത്തിയ സ്ത്രീയെ കോടതി മുറിയിൽ ഹാജരാക്കി രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകൻ യോഗേന്ദ്ര യാദവ്. ആധാർ പൗരത്വ രേഖയായി കണക്കാക്കാൻ കഴിയില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം ശരിയാണെന്ന് സുപ്രീം കോടതി വാക്കാലെന്ന് പരാമർശവും നടത്തി. കേസിൽ നാളെയും വാദം തുടരും സുപ്രീം കോടതിയിൽ. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എതിർത്ത മുതിർന്ന അഭിഭാഷകർക്ക് പുറമെ വാദമുന്നയിക്കാനെത്തിയ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകൻ യോഗേന്ദ്ര യാദവാണ് കോടതി മുറിയിൽ അപ്രതീക്ഷിത നീക്കം നടത്തിയത്. ബീഹാർ കരട് വോട്ടർ പട്ടികയിൽ മരിച്ചതായി രേഖപ്പെടുത്തിയ സ്ത്രീയെ യോഗേന്ദ്ര യാദവ് കോടതി മുറിയിൽ ഹാജരാക്കി. വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ പോരായ്മകൾ സുപ്രീം കോടതിയെ നേരിട്ടറിയിച്ചു. നാടകം എന്തിനാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി. ഉത്തരം മുട്ടിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോരായ്മകളിൽ ഇടപെടുമെന്ന് കോടതിയെ അറിയിച്ചു. ചില പ്രശ്നങ്ങൾക്ക് പരിഹാര നടപടികൾ ആവശ്യമെന്ന് സുപ്രീം കോടതിയും നിരീക്ഷിച്ചു. വിഷയത്തിൽ മികച്ച ഇടപെടൽ നടത്തിയതിന് യോഗേന്ദ്ര യാദവിന് സുപ്രീം കോടതി നന്ദി അറിയിച്ചു. ആധാർ കാർഡ് രേഖയായി സ്വീകരിക്കുന്നില്ലെന്ന ഹർജിക്കാരുടെ വാദത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് ശരിവെക്കുന്നതായിരുന്നു കോടതിയുടെ നിരീക്ഷണം. ആധാർ പൗരത്വത്തിന്റെ നിർണായക തെളിവായി കണക്കാക്കാനാകില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം ശരിയെന്നായിരുന്നു സുപ്രീം കോടതിയുടെ വാക്കാലുള്ള പരാമർശം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി ഭരണഘടനാ വിരുദ്ധമെന്നായിരുന്നു ഹർജിക്കാരുടെ പ്രധാന വാദം. ഹർജിക്കാർക്കായി മുതിർന്ന അഭിഭാഷകരായ കപിൽ സിബൽ, പ്രശാന്ത് ഭൂഷൺ, അഭിഷേക് മനു സിംഗ്വി എന്നിവർ ഹാജരായി. ഹർജികളിൽ നാളെയും വാദം തുടരും. ആർ അച്യുതൻ, 24, ഡൽഹി. മറ്റു വാർത്തകളിലേക്ക് വിശദമായി പോവുകയാണ്. തിരുവനന്തപുരം സ്പോർട്സ് കൗൺസിൽ ആസ്ഥാനത്ത് തമ്മിൽ തല്ലുണ്ടായി. ഇന്നലെ ഉച്ചയ്ക്കാണ് കൗൺസിൽ ആസ്ഥാനത്ത് സംഘർഷമുണ്ടായത്. മർദ്ദനമേറ്റ സംസ്ഥാന ജൂഡോ അസോസിയേഷൻ ടെക്നിക്കൽ സെക്രട്ടറി ജോയ് വർഗീസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ജൂഡോ അസോസിയേഷന്റെ മുൻ ജില്ലാ സെക്രട്ടറി സനോഫറാണ് മർദ്ദിച്ചത്. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി മനീഷ് മഹിവാൽ തിരുവനന്തപുരത്ത് തത്സമയം ചേരുന്നു. മനീഷ്, ഈ ജൂഡോക്കാരിങ്ങനെ അടി തുടങ്ങിയാൽ ആകെ പ്രശ്നമാവില്ലേ? അതേ സ്കേൻ, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ ആസ്ഥാനത്ത് തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായത് ആകെ നാണക്കേടായി മാറിയിരിക്കുകയാണ്. ഇന്നലെ ഉച്ചയ്ക്കുണ്ടായ സംഭവത്തിൽ ഏകദേശം 10 മിനിറ്റോളം നേരം ഇവർ തമ്മിൽ സംഘർഷമുണ്ടായി, തമ്മിൽ കയ്യാങ്കളി ഉണ്ടായി. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന മറ്റ് സ്റ്റാഫുകൾ എത്തിയാണ് ഇവർ രണ്ടുപേരെയും മാറ്റിയതെന്നാണ് അറിയുന്നത്. ജോയ് വർഗീസ് പറയുന്നത്, ജോയ് വർഗീസ് സംസ്ഥാന ജൂഡോ അസോസിയേഷൻ്റെ ടെക്നിക്കൽ സെക്രട്ടറിയാണ്. ഇദ്ദേഹം മറ്റൊരു ജില്ലയിൽ നിന്ന് ഇന്നലെ തിരുവനന്തപുരത്ത് എത്തിയാണ്. ആ സമയത്താണ് തിരുവനന്തപുരം ജില്ലയിലെ ജൂഡോ അസോസിയേഷൻ്റെ മുൻ ജില്ലാ സെക്രട്ടറി സനോഫർ അവിടെ എത്തി ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ജോയ് വർഗീസിന്റെ ആരോപണം. മുൻവൈരാഗ്യമാണ് ഇതിന്റെ കാരണമെന്ന് ഇയാൾ പറയുന്നു. പക്ഷേ എന്താണ് കാരണമെന്ന് നിലവിൽ പറയുന്നില്ല. ഇത് സംബന്ധിച്ച് കന്റോൺമെന്റ് സ്റ്റേഷനിൽ ജോയ് വർഗീസ് കൊടുത്ത പരാതിയിൽ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിട്ടുണ്ട്.
കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ ജൂഡോ അസോസിയേഷൻ്റെ മുൻ ജില്ലാ സെക്രട്ടറി സനോഫറിൻ്റെ വാദം, സനോഫറിൻ്റെ 2 മക്കൾ ജൂഡോ ചാമ്പ്യന്മാരാണ്. തൃശ്ശൂരിൽ വെച്ച് കഴിഞ്ഞ മാസം നടന്ന ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ വെച്ച് ഇയാളുടെ 2 മക്കളെ, അതായത് ഈ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനെത്തിയ സനോഫറിൻ്റെ 2 മക്കളെ ഈ ജോയ് വർഗീസിൻ്റെ ശിഷ്യന്മാരും ചേർന്ന് ഉപദ്രവിച്ചു. മത്സരത്തിൽ പങ്കെടുക്കാതിരിക്കാൻ എന്ന തരത്തിലേക്ക് ഉപദ്രവിച്ചു എന്നുള്ള ഒരു കാര്യമാണ് ഇയാൾ പറയുന്നത്. അത് ചോദിക്കാനാണ് ജോയ് വർഗീസിൻ്റെ അടുത്ത് എത്തിയത്. അങ്ങനെ ജോയ് വർഗീസ് തന്നെ മുഖത്തടിച്ചതിൻ്റെ പ്രകോപനമായിട്ടാണ് താൻ തിരിച്ചടിച്ചത്, തന്നെയാണ് കൂടുതൽ അടിച്ചതെന്നാണ് നിലവിൽ ഈ സനോഫർ പറയുന്നത്. 2 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സനോഫറിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഒപ്പം തന്നെ ജോയ് വർഗീസിനെ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അതിൽ സനോഫർ ഡിസ്ചാർജ് ആയി പോയി. നിലവിൽ ഇപ്പോഴും ജോയ് വർഗീസ് ചികിത്സയിൽ സ്വകാര്യ ആശുപത്രിയിൽ തുടരുകയാണ്. ഇത് സംബന്ധിച്ച് ഇത് അന്വേഷിച്ച് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ റിപ്പോർട്ട് കൂടി ആഭ്യന്തരമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. SKN മനീഷ് മൊഹിബാലാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. മലപ്പുറം ചങ്ങരംകുളം ചേലക്കടവിൽ വയോധികനെ തെരുവുനായ ആക്രമിച്ചു. ചേലക്കടവ് സ്വദേശി ബാവയെയാണ് തെരുവുനായ ആക്രമിച്ചത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന് കിട്ടി. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുന്നു. ആദ്യം ആ ദൃശ്യമൊന്ന് കാണാം. നായ തക്കം പാർത്ത് നടക്കുന്ന പോലെയുണ്ട്. നായ ആരെ കടിക്കണം എന്ന രീതിയിൽ. മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീം തത്സമയം ചേരുകയാണ്. സമീർ, പറയൂ. ചങ്ങരംകുളം ചേലക്കടവിലാണ് തെരുവുനായ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ചേലക്കടവ് സ്വദേശി ബാവ എന്ന് പറയുന്ന വയോധികനെയാണ് നായ ആക്രമിച്ചത്. അദ്ദേഹം വീട്ടിൽ നിന്നും ഈ ടൗണിലേക്ക് നടന്നു പോവുകയായിരുന്നു. വീടിൻ്റെ ഗേറ്റ് കഴിഞ്ഞ് റോഡിലേക്ക് എത്തി അല്പം ദൂരം സഞ്ചരിച്ചതിന് ശേഷമാണ് പിന്നാലെ തെരുവുനായ എത്തി അദ്ദേഹത്തെ ആക്രമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മുണ്ടിലാണ് തെരുവുനായ കൊണ്ടത് എന്നുള്ളതാണ്. അതിന് പിന്നാലെ അദ്ദേഹം നായയെ പ്രതിരോധിക്കുകയും ചെയ്തു. പിന്നാലെ നടത്തിയ പരിശോധനയിൽ കാര്യമായ പരിക്ക് അദ്ദേഹത്തിന് ഏൽക്കാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. മുണ്ടിന് മാത്രമേ കടി കുടുങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഏതായാലും ഈ പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണ് എന്നുള്ളതാണ് ബാവയും പ്രദേശവാസികളും വ്യക്തമാക്കുന്നത്. ഇന്ന് തലനാരികൾക്കാണ് പരിക്കേൽക്കാതെ ബാവ രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. താങ്ക് യു സമീർ ബിൻ കരീം. ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ഒരു വാർത്ത അറിയിക്കുന്നുണ്ട്. വൈക്കത്ത് ഓടിക്കൊണ്ടിരുന്ന ഒരു കാറിന് തീപിടിച്ചു. ചെമ്പിലെ പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ചാണ് കാറിന് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. വൈക്കം സ്വദേശികളായ ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന കാറിനാണ് തീപിടിച്ചത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. കോതമംഗലത്തെ 23 വയസ്സുകാരിയുടെ ആത്മഹത്യയിൽ NIA അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം. പ്രതിക്കെതിരെ പോലീസ് ചുമത്തിയത് ദുർബല വകുപ്പുകളെന്ന കുടുംബത്തിൻ്റെ ആരോപണം. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ ലവ് ജിഹാദ് ഉണ്ട് എന്ന കാരണം പറഞ്ഞാണ് NIA അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രതി റമീസും കുടുംബവും ചേർന്ന് മതപരിവർത്തനത്തിന് പ്രേരിപ്പിച്ചതുകൊണ്ടാണ് മകൾ ആത്മഹത്യ ചെയ്തതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് NIA അന്വേഷണം ആവശ്യപ്പെട്ട് മാതാവ് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും കത്തെഴുതിയത്. മതപരിവർത്തനത്തിന് പിന്നിൽ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മതപരിവർത്തനം സംബന്ധിച്ച് കേസെടുക്കാൻ സാധ്യത കുറവാണെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന. റമീസ് മറ്റൊരു ബന്ധത്തിന് ശ്രമിച്ചതിനെ തുടർന്നുണ്ടായ തർക്കവും മാനസിക സമ്മർദ്ദവുമാണ് പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ റമീസ് പെൺകുട്ടിയെ മർദ്ദിച്ചോ എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരൂ. മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 10 സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. റിമാൻഡിലുള്ള പ്രതി റമീസിനായി കസ്റ്റഡി അപേക്ഷ നൽകി. ഇയാളെ ആലുവയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുക്കും. പ്രതിയുടെ മാതാപിതാക്കളെ ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റിലേക്ക് കടക്കാനാണ് സാധ്യത. കേസിൽ പോലീസ് ഒളിച്ചുകളി നടത്തുന്നുവെന്നാരോപിച്ച് BJP കോതമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നതിന് അമ്മയ്ക്കെതിരില്ല, ആങ്ങളയ്ക്കെതിരില്ല, വീട്ടുകാർക്കെതിരില്ല. എന്നിട്ട് കല്യാണം കഴിക്കാൻ കൊണ്ടു നടന്ന എന്തിന്? ഇതാണ് ലവ് ജിഹാദ്. നിങ്ങൾ മനസ്സിലാക്കണം. 24 തൊടുപുഴ. നമ്മുടെ വയോധികനെ നായ പിന്തുടർന്ന കാര്യം പറഞ്ഞ വിനീത് നാരായണൻകുട്ടി പറയുക, അയ്യോ പിന്നിൽ നിന്നാണ് കടിക്കുന്നത്. മനസ്സിലായി. കണ്ണന്താഴൻ പറയുന്നു, SKN കോട്ട് വരെ മാറി ഉപയോഗിക്കുന്നു. വാർത്തകളും ഇടയ്ക്കിടയ്ക്ക് മാറിയാൽ നന്നായിരുന്നു. പരിഹാസത്തിൻ്റെ സൗണ്ട് കോമഡി കൊള്ളാം. കോടികൾ ചെലവിട്ട് കൊട്ടിഘോഷിച്ച് കായിക വകുപ്പ് സംഘടിപ്പിച്ച ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റും പാഴ്ചെലവായിരുന്നെന്ന പരാതി. 3,62,00,000 രൂപ ചെലവിട്ട് നടത്തിയ പരിപാടിയിലൂടെ ഒരു നിക്ഷേപം പോലും വന്നില്ല എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന ആക്ഷേപം. 5,000 കോടി രൂപയുടെ നിക്ഷേപം കായിക മേഖലയിലേക്ക് വരുന്നു എന്നായിരുന്നു മന്ത്രിയുടെ അന്നത്തെ പ്രഖ്യാപനം. സർക്കാരിന് കൂടി പങ്കാളിത്തമുള്ള തിരുവനന്തപുരം സ്പോർട്സ് ഹബ്ബ് സ്റ്റേഡിയത്തിലെ വേദിയുടെ വാടക ഇനത്തിൽ 40 ലക്ഷം,
ഭക്ഷണത്തിന് 32 ലക്ഷം, കലാ സാംസ്കാരിക പരിപാടികൾക്ക് 40 ലക്ഷം, റോഡ് ഷോയ്ക്ക് 29 ലക്ഷം, മാധ്യമ പ്രചാരണത്തിന് 76 ലക്ഷം. ആകെ മൊത്തം 3,61,75,000 രൂപ. രാജ്യത്തെ തന്നെ ആദ്യ കായിക ഉച്ചകോടി എന്ന പേരിൽ 2024 ജനുവരിയിൽ നടത്തിയ ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റിന് സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവായ ആകെ തുക. ഈ പരിപാടിയിലൂടെ 5000 കോടിയിലധികം രൂപയുടെ നിക്ഷേപ വാഗ്ദാനം ലഭിച്ചെന്നായിരുന്നു കായിക മന്ത്രി വി അബ്ദുറഹ്മാന്റെ പ്രഖ്യാപനം. 5000 കോടി രൂപയുടെ നിക്ഷേപം ഇതാ വരുന്നു എന്ന് പറഞ്ഞ് മറ്റുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണോ പറ്റിച്ചത് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് കായിക മേഖലയിലെ ഉള്ള ആൾക്കാരെ മുഴുവൻ പറ്റിച്ചത്. അർജന്റീന ടീമിനെ കൊണ്ടുവരാനെന്ന പേരിൽ സ്പെയിനിൽ പോയി സർക്കാർ ഖജനാവിൽ നിന്ന് 13 ലക്ഷം രൂപ കളഞ്ഞതിന് സമാനമായ പാഴ്ചെലവാണ് ഇതെന്നാണ് കായിക പ്രേമികളിൽ നിന്ന് ഉയരുന്ന പരാതി. സ്പോർട്സ് ഡെസ്ക് 24. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ രൂക്ഷ വിമർശനവുമായി OBC മോർച്ച തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ബിപിൻ കുമാർ രംഗത്ത് വന്നു. BPLന്റെ ഗതി BJPക്ക് വരുമെന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം. പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെയാണ് ഈ വിമർശനം ഉയർത്തിയത്. സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചതിന് ബിപിൻ കുമാറിനെതിരെ പാർട്ടി അച്ചടക്ക നടപടി എടുത്തിരുന്നു. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരം വിവരങ്ങളുമായി ചേർന്നു. അലക്സ് റാം, പുറത്തായതിനു ശേഷമാണോ ഇത്രയും കടുത്ത വാക്കുകളൊക്കെ ഉപയോഗിച്ച് BPLന്റെ ഗതി വരുമെന്ന്? തീർച്ചയായും. അതായത് ഈ യുവമോർച്ചയുടെ പുനഃസംഘടന ഇന്നലെ നടന്നിരുന്നു. ഈ പുനഃസംഘടനയ്ക്ക് പിന്നാലെ യുവമോർച്ചയ്ക്കുള്ളിലും BJPക്കുള്ളിലും കലാപമാണ് അക്ഷരാർത്ഥത്തിൽ. രൂക്ഷമായ പ്രതികരണങ്ങളാണ് യുവമോർച്ച BJP നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെയും ജനറൽ സെക്രട്ടറി എസ് സുരേഷിനെതിരെയും ഉയർത്തിയത്. അതിന് തൊട്ടുപിന്നാലെ ഈ നവമാധ്യമങ്ങളിലൂടെ ഇവരുടെ ഈ പ്രതികരണം വന്ന് അതിനുശേഷം ഇന്ന് വൈകുന്നേരത്തോടുകൂടി 3 പേർക്കെതിരെ സംസ്ഥാന BJP നടപടി സ്വീകരിച്ചു. അത് SS ശ്രീരാഗ്, വിപിൻ കുമാർ, വിഷ്ണു കൈപ്പള്ളി എന്നിവർക്കെതിരെയാണ് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നടപടി സ്വീകരിച്ചത്. BJPയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നിവരെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ കൂടുതൽ വീര്യമുള്ള, അതായത് കടുത്ത വിമർശനവുമായി ഇവർ വീണ്ടും സോഷ്യൽ മീഡിയയിൽ രാജീവ് ചന്ദ്രശേഖറിനും BJPയുടെ പുതിയ സംസ്ഥാന നേതൃത്വത്തിനെതിരെ വീണ്ടും രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. BPLന്റെ ഗതി BJPക്കും വരുമെന്നാണ് OBC മോർച്ച തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വിപിൻ കുമാറിന്റെ വിമർശനം. ഈ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കില്ല എന്ന് ബോധ്യമുള്ള മികച്ച നേതാക്കളെ ഇങ്ങനെ ഒതുക്കുന്നത് സംഘടനയ്ക്ക് ദോഷകരമെന്നാണ് പറയുന്നത്. സംഘടനയെ കമ്പനിവൽക്കരിച്ചാൽ അത് അപകടം എന്ന് അദ്ദേഹം പറയുന്നു. പാർട്ടിക്ക് മുതൽക്കൂട്ടാകുന്ന നേതാക്കളെ ഒഴിവാക്കി കോടികൾ മാസം ചെലവഴിച്ച് കൂടെ നിർത്തിയിട്ടുള്ള PR ടീമും തിരുവനന്തപുരത്തെ തമ്പ്രാനും മതിയെന്നാണോ രാജീവ് ചന്ദ്രശേഖർ വിചാരിക്കുന്നത് എന്നൊക്കെയുള്ള രൂക്ഷമായ വിമർശനം നടത്തുന്നുണ്ട്. BPLനെ ഭരിച്ചു തകർത്തതിനു ശേഷം ഒന്നും അറിയാത്ത ആളെ പോലെ അത് വിറ്റുതുളച്ച പാരമ്പര്യം ഈ BJP എന്ന ഈശ്വരീയ പ്രസ്ഥാനത്തോടും വേണ്ട എന്ന മുന്നറിയിപ്പൊക്കെ ഇവർ നൽകുന്നുണ്ട്. തൊട്ടു പിന്നാലെ തന്നെ രണ്ടാമത് നടപടി നേരിട്ട ഈ വിഷ്ണു കൈപ്പള്ളിയും സമാനമായി രൂക്ഷ വിമർശനം ഉന്നയിച്ച് ഫേസ്ബുക്കിൽ ഇപ്പോൾ കുറിപ്പിട്ടിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു അലക്സ് റാം മുഹമ്മദ്. വൈക്കത്ത് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ വാർത്തയാണ്. ചെമ്പിലെ പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ചാണ് വൈക്കം സ്വദേശികളായ ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന കാർ തീപിടിച്ച്. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു. ടോബി, എന്താണ് ശരിക്കും സംഭവിച്ചത്? കാർ കംപ്ലീറ്റ് കത്തിപ്പോയല്ലോ. തീർച്ചയായിട്ടും ഏകദേശം 8:45 കൂടിയായിരുന്നു ഈ സംഭവം നടന്നത് എന്നാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈക്കം സ്വദേശികളായ ദമ്പതികളും മകനുമാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് 3 പേരുണ്ടായിരുന്നു. ഇവർ എറണാകുളം ഭാഗത്ത് നിന്നും വൈക്കത്തേക്ക് വരികയായിരുന്നു. ഈ വാഹനത്തിന് ഇടയ്ക്ക് വെച്ചൊരു മിസ്സിംഗ് കണ്ടപ്പോൾ ഈ പെട്രോൾ പമ്പിന് മുന്നിൽ വെച്ച് ഇവർ വാഹനം നിർത്തി. തുടർന്ന് ഇവർ പുറത്തിറങ്ങിയപ്പോഴാണ് വാഹനത്തിന്റെ മുന്നിൽ നിന്നും പുക ഉയരുന്നത് കണ്ടത്. പിന്നാലെ തീ പടർന്നു പിടിക്കുകയായിരുന്നു. അങ്ങനെ ഉടൻ തന്നെ ഇവർ അവിടെ നിന്നും മാറി. തുടർന്ന് ഈ വാഹനത്തിന്റെ മുൻവശം മുഴുവൻ തീ പടർന്നു പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാർ ഫയർഫോഴ്സിനെ വിളിച്ചു. വൈക്കം ഫയർഫോഴ്സ് അവിടെ എത്തി തീ അണയ്ക്കുന്ന ജോലികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മുൻവശം മുഴുവൻ കത്തിപ്പോയിട്ടുണ്ട്. ഈ വാഹനത്തിൽ CNG ഘടിപ്പിച്ചിരുന്നു എന്നും അറിയാൻ സാധിക്കുന്നു. ഉണ്ടായുടെ ആക്സിഡന്റ് എന്ന് പറയുന്ന വാഹനമാണിത്. ഈ കൃത്യസമയത്ത് ഇവർ പുറത്തിറങ്ങിയതുകൊണ്ട് ഇവർക്ക് മറ്റ് പരിക്കുകൾ ഒന്നും തന്നെ സംഭവിച്ചില്ല. ഭാഗ്യം കൊണ്ട് അവർ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. എന്തായാലും ഇപ്പോൾ ഫയർഫോഴ്സ് തീ അണയ്ക്കാനുള്ള നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്കേൻ മനുഷ്യർക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ലെന്ന് അറിയുമ്പോൾ വളരെ സന്തോഷം. മറ്റൊരു വാർത്തയിലേക്ക്. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിക്ക് നേരെയുള്ള വിമർശനത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ കടന്നാക്രമിച്ച സീറോ മലബാർ കാത്തോലിക്ക സഭ. MV ഗോവിന്ദൻ്റേത് തരംതാണ പ്രസ്താവനയെന്നും ഗോവിന്ദച്ചാമിയെ പോലെ പെരുമാറരുതെന്നും സഭയുടെ മറുപടി. ഇത്രയും ശക്തമായി അവസരവാദം പറയുന്ന മറ്റൊരാളില്ലെന്നായിരുന്നു ആർച്ച് ബിഷപ്പിനെ പറ്റി MV ഗോവിന്ദൻ്റെ പരാമർശം.
അവസരവാദം ഇത്രയും ശക്തിയായിട്ട് പറയുന്ന വേറൊരാളുമില്ല. കണ്ണൂർ തളിപ്പറമ്പിൽ ഇന്നലെ NGO യൂണിയൻ സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിക്കെതിരായ MV ഗോവിന്ദന്റെ രൂക്ഷ വിമർശനം. ഛത്തീസ്ഗഡ് വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടലിന് പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ആർച്ച് ബിഷപ്പ് നന്ദി അറിയിച്ചത് അവസരവാദ നിലപാടായി ചൂണ്ടിക്കാണിച്ചു. തൊട്ടുപിന്നാലെ രൂക്ഷ വിമർശനവുമായി രാത്രി തന്നെ അതിരൂപതയുടെ വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങി. ഗോവിന്ദന്റേത് തരം താഴ്ന്ന പ്രസ്താവനയെന്നും സഭാ നേതാക്കൾക്ക് പ്രതികരണം നടത്താൻ AKG സെന്ററിലെ തിട്ടൂരം വേണ്ടെന്നും വിമർശനം. വീണ്ടും വിചാരമില്ലാത്ത പ്രസ്താവനയാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ ഗോവിന്ദച്ചാമിയെ പോലെ തരം താഴരുതെന്നും കത്തോലിക്ക കോൺഗ്രസ്. ഗോവിന്ദച്ചാമി പറയുന്നത് നമ്മൾ കാര്യമായിട്ട് എടുക്കുക. ആ നിലയിലേക്ക് ഗോവിന്ദൻ മാഷ് സംസാരിക്കാൻ പാടില്ലെന്നുള്ളതാണ്. CPIM-നെ ചീത്ത പറഞ്ഞ് RSS പിന്തുണ ഉറപ്പിക്കാനാണ് ഒരു വിഭാഗം ക്രൈസ്തവ സഭാ നേതാക്കൾ ശ്രമിക്കുന്നതെന്ന് DYFI. എന്നാൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ ക്രൈസ്തവ നേതൃത്വവുമായുള്ള പരസ്യപ്പോര് തുടരേണ്ടതില്ല എന്നാണ് CPIM-ലെ ഒരു വിഭാഗം നേതാക്കളുടെ നിലപാട്. 24 കണ്ണൂർ. പ്രൈം ടൈം അവസാന ഘട്ടത്തിൽ കിടക്കുകയാണ്. ഒന്ന് രണ്ട് കമൻറ്റുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ണൻ പറയുന്നു, കേരളത്തെ പോലെ ഇത്രയധികം വർഗീയത പറയുന്ന മറ്റ് സ്ഥലം കാണത്തില്ല എന്നാണ് പറയുന്നത്. അതുപോലെ ഇസ്മയിൽ പറയുന്നു, മദ്യം റേഷൻ കട വഴി കൊടുത്താൽ നന്നായിരുന്നു എന്നാണ്. അതുപോലെ മാത്യു പറഞ്ഞു, ഈ അർഷിത അട്ടല്ലൂരിക്ക് എന്താ ഇത്ര നിർബന്ധം ഓൺലൈനായിട്ട് മദ്യം കൊടുക്കണമെന്ന്? അവരുടെ നിർബന്ധമല്ല, ബെബ്കോ എന്നുള്ള സ്ഥാപനം അങ്ങനെ തീരുമാനമെടുത്തുകൊണ്ടാണ്. എന്നാൽ മന്ത്രി MB രാജേഷിനെ നമുക്ക് ഈ കാര്യത്തിൽ വിശ്വസിക്കാം. മന്ത്രി പറയുന്നത് ഓൺലൈനായി മദ്യം കൊടുക്കാൻ തീരുമാനമായിട്ടില്ല എന്ന് തന്നെയാണ്. അങ്ങനെ തീരുമാനം ഉണ്ടാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി വാർത്തയിലേക്ക്. ആറ്റിങ്ങലിൽ വിദ്യാർത്ഥി സംഘർഷം ഉണ്ടായി. ആറ്റിങ്ങൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് മുന്നിൽ നടന്ന ഏറ്റുമുട്ടലിൽ +1 വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു എന്ന് വാർത്ത വരുന്നുണ്ട്. ഇളമ്പ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിക്കാണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ആ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. മനീഷ് മഹിവാൽ വിവരങ്ങൾ നൽകും. മനീഷ്, വിശദാംശങ്ങൾ. SKN ആറ്റിങ്ങൽ സ്വകാര്യ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇത്തരം സംഭവങ്ങൾ അത് നിത്യവും ഉണ്ടാകാറുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്നുണ്ടായ സംഭവം ഇങ്ങനെയാണ്. ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് ആറ്റിങ്ങൽ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഒരു സംഘം വിദ്യാർത്ഥികളുടെ സംഘം തിരിഞ്ഞുകൊണ്ടുള്ള ഒരു സംഘർഷമായിരുന്നു. അതിൽ ഒരു വിദ്യാർത്ഥി സംഘർഷത്തിന് ശേഷം പിന്നീട് നാട്ടുകാർ തടിച്ചുകൂടിയിട്ട് തന്നെ വിദ്യാർത്ഥികൾ പിരിഞ്ഞുപോയി. അങ്ങനെ ഒരു വിദ്യാർത്ഥി ചോര ഒലിപ്പിച്ച് നിൽക്കുന്നത് കണ്ടാണ് നാട്ടുകാർ പോലീസിനെ അറിയിച്ചത്. പോലീസ് അവിടെ എത്തി. +1 വിദ്യാർത്ഥിയായിട്ടുള്ള ഇളമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ നസീബിനാണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ഈ വിദ്യാർത്ഥിയെ പിന്നീട് പോലീസ് തന്നെ അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഇത്തരത്തിലുള്ള സംഘർഷം ഉണ്ടാകാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ വൈകുന്നേരം സ്കൂൾ വിട്ട ശേഷമാണ് ബസ് സ്റ്റാൻഡിലേക്ക് എത്തുക. അവിടെ തമ്പടിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ സ്കൂളുകൾ തമ്മിലുള്ള തർക്കങ്ങൾ ഉണ്ടാവുകയും അത് സംബന്ധിച്ച് അത് പിന്നീട് സംഘർഷത്തിലേക്ക് കടക്കുകയും ചെയ്ത ഒരു ഇടവേളയ്ക്ക്, അതായത് നേരത്തെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസിൻ്റെ നിരീക്ഷണം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ പോലീസ് നിരീക്ഷണം ഒരാഴ്ച ഇല്ലെങ്കിൽ പിന്നീടും അടുത്ത ദിവസവും ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ സംഘം കൂടി തമ്പടിച്ച് ചേർന്ന ശേഷം തർക്കവും ഇത്തരത്തിലുള്ള സംഘർഷം ഉണ്ടാകുന്നത് പതിവാണ്. ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. SKN. ഓക്കെ, താങ്ക് യു മനീഷ്. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്കൊരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഗുഡ് നൈറ്റ്.